ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിജോ ജോസ് ആന്റണി, നിവിൻ പോളി, ഷാരിസ് മുഹമ്മദ് റൈറ്റർ. അപ്പോൾ നമ്മള് മലയാളി ഫ്രം ഇന്ത്യ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു മലയാള സിനിമ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഡിജോ ജോസ് ആന്റണിനെ സംവിധാനം ചെയ്ത ജനഗണമന എന്നൊരു പടത്തിൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ വലിയൊരു സമകാലിക പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളും, നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗംഭീര സിനിമയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ഇൻഡസ്ട്രിക്ക് എന്താ പറ്റിയെന്നൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, പക്കാ ഭ്രാന്ത്. പല പല ഡിഫറെന്റ് ജോണറിൽ പടം ഇറങ്ങുന്നു. യൂത്ത് ഓറിയന്റഡ് ആയിട്ട് പടം ഇറങ്ങുന്നു, ഫീൽ ഗുഡ് പടം ഇറങ്ങുന്നു, യൂത്ത് അതുപോലെ തന്നെ ആക്ഷൻ മൂവീസ് ഇറങ്ങുന്നു, യൂത്ത് ആക്ഷൻ മൂവീസ് ഇറങ്ങുന്നു, കോർ ഡ്രാമ വരുന്നു, സസ്പെൻസ് ത്രില്ലർ വരുന്നു, സർവൈവൽ വരുന്നു. ഏത് സാധനം വേണമെങ്കിൽ പിടിച്ചോ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതുണ്ട്. ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നല്ല കിണ്ണങ്കാച്ച സംവിധായകന്മാർ, നല്ല ചുള്ളം പിള്ളേരും അവിടെ എല്ലാവരും ഉണ്ട്, ചേട്ടന്മാരും എല്ലാവരും ഉണ്ടെന്ന് കട്ടയ്ക്ക്. അപ്പൊ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിവിൻ ഈസ് ബാക്ക് കാണിച്ച ബാക്കല്ല കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം പടത്തിലെ ചുള്ളം നമ്മളെ ചിരിപ്പിച്ച് സെറ്റാക്കി ഗംഭീരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഈ പടത്തിലേക്ക് വരുമ്പോ ആള് അത്യാവശ്യം ചിരിപ്പിക്കുന്നുണ്ട്. ആളുടെ എല്ലാ എന്താ പറയാ, ആളെ അഭിനയിക്കുമ്പോഴുള്ള സാധനങ്ങളുണ്ടല്ലോ, അത്യാവശ്യം ചമ്മല്, ചിരി, പിന്നെ സീരിയസ് റോളുകളും ഒക്കെ എല്ലാ സാധനങ്ങളും ഈ പടത്തിൽ കൊണ്ടുവന്നിട്ട് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി വേറെ ലെവലിലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്, വേറെ ലെവലില്. ഇന്റർവെല്ലിന് മുമ്പ് വരെ വേറൊരു ഇതിലാണെങ്കിൽ ഇന്റർവെല്ലിന് ശേഷം ആള് വേറെ രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. 2 ഡിഫറെന്റ് ജോണല്ല ചെയ്തിട്ടുള്ളത്. 2 ഭാഗങ്ങളായിട്ടാണ് കഥ നടക്കുന്നത്. ഇന്റർവെല്ലിന് മുമ്പ് കഥ എന്ന് വെച്ചാൽ നാട്ടില് പല കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് മുന്നോട്ട് പോകുന്ന ആളൊരു ദേശസ്നേഹിയായിട്ട് ഉള്ള രാഷ്ട്രീയമാണ്. അപ്പൊ അതായിട്ടുള്ള കുറെ ചർച്ചകളും കാര്യങ്ങളും ട്രോളൊക്കെ ഏറ്റു വാങ്ങിക്കൊണ്ട് ഒരു വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആളെ കട്ട ചങ്കാണ് ധ്യാൻ. അപ്പൊ അവര് തമ്മിലുള്ള കുറെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തമ്മിലുള്ള കുറെ കോമഡി, പെട്രോള്, അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ട്രോളുള്ളതൊക്കെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ആളുടെ രാഷ്ട്രീയ ആയതുകൊണ്ട് നല്ല ട്രോള് കിട്ടുന്നുണ്ട്. പിന്നെ 30 സീറ്റ് കിട്ടുന്നു പറഞ്ഞിട്ട് ഒന്നും കിട്ടാണ്ട് വരുന്ന അവസ്ഥ, ഇന്ത്യ പാകിസ്ഥാൻ കളി, അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുമ്പോൾ ഇന്ത്യ തോൽക്കുമ്പോൾ പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞ ചെറിയൊരു വിഷയം നമ്മുടെ ദേശസ്നേഹം ഇളകിയിട്ട് ചെറിയൊരു കുസൃതി കാണിക്കും ധ്യാനും നിവിനും കൂടിയിട്ട്. കൂടുതൽ പറയുന്നില്ല, സ്പോയിലർ. അതിലൊഴുകുന്നപ്പോഴത്തേക്ക് 2 പേർക്കും നാട് വിടേണ്ടി വരികയാണ്. ധ്യാനിന് ചെറിയ പണി കിട്ടുമ്പോൾ നാട് വിട്ട് പുറത്തെത്തുകയാണ്. എവിടെ? ദുബായില്. അവിടെ ഒരു ആടുജീവിത അവസ്ഥയാണ് ആള്. പിന്നെ അത് സെറ്റായിട്ട് അവിടെ ഒരു പാകിസ്ഥാനി ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ അടുത്താണ് അവിടെ എത്തിപ്പെടുന്നത്. ശരിക്കും ആടുജീവിതം നമുക്ക് ഓർമ്മ വരും, പക്ഷെ വേറെ രീതിയിലാണ്. അപ്പൊ ആളവിടെ സെറ്റായിട്ട് പിന്നെ ഇവര് തമ്മിലുള്ള നല്ല കോമ്പിനേഷൻ സീനുകളുണ്ട്. ആള് പാകിസ്ഥാൻകാരൻ, അവര് നമ്മുടെ കുറെ നല്ല സീനുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ജാതി, രാഷ്ട്രീയം, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവര് തമ്മിൽ ഇപ്പൊ അയാളുടെ ഒരു മനോവികാരം എന്ന് വെച്ചാൽ മക്കളെ പഠിപ്പിക്കണം, വലിയ നിലയിലെത്തിക്കണം എന്നാണ്. പക്ഷെ ആളുടെ നാട്ടിലെ കുറെ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പിള്ളേരെ വിദ്യാഭ്യാസം കൊടുക്കുന്ന എതിർപ്പുണ്ട്. അപ്പൊ അതിനെതിരൊക്കെ പ്രതികരിക്കുന്നുണ്ട് ആൾ. അവർ കുറെ കണക്റ്റഡ് ആയ സീനുകൾ, ഇമോഷൻ സീനുകളൊക്കെ ഉണ്ട്. അത് പടം കാണാൻ നമുക്ക് മനസ്സിലാവും. ഗംഭീരാണ്. ഇന്റർവെല്ലിനെ രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ച ആള് കോട്ടയം നസീറിന്റെ ലുക്ക് ഉണ്ട്, പക്ഷെ ആളല്ല, നല്ല ഹൈറ്റിൽ വരുന്ന ഒരു ചേട്ടനാണ്. ആളെ ഗംഭീര അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര അഭിനയാണ്. നല്ല ഹൈറ്റിൽ ശരിക്കും ഒരു പട്ടാളി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാല്ല ചേട്ടൻ്റെ അഭിനയത്തെ കുറിച്ച്, പേരറിയില്ല. പിന്നെ നമ്മളുടെ കുറെ കോമ്പിനേഷൻ സീനുകളുണ്ട്. പിന്നെ ആള് ഈ പാകിസ്ഥാനിൽ ഇവരുടെ നാട്ടിൽ പോയിട്ടുള്ള കുറെ സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന സീനുകളൊക്കെ ഉണ്ട്. അതിൽ കൂടുതൽ പോകുന്നില്ല, സ്പോയിലറോ. പിന്നെ പടം എന്ന് വെച്ചാൽ ഗംഭീരമാണ്, അതിഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്കയായിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. മതമല്ല പറയേണ്ടത്, രാഷ്ട്രീയമാണ് പറയേണ്ടത്. രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പറയണം. അവർ മതം ഇൻവോൾവ് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലറിയാം 2 മതപരമായിട്ട് ഉള്ള 2 രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് നമുക്കറിയാം. അപ്പൊ അവര് തമ്മിൽ ഓരോ കാര്യങ്ങൾ മുതലെടുക്കുന്നതിനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ വിഷയമാക്കിയിട്ട് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നേരിടുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ കാര്യങ്ങളുണ്ട് അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന കാര്യങ്ങളുണ്ട്. സലീം കുമാർ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. അത് 2-3 റോളാള് വരുന്നുള്ളൂ, രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട് സലീമാട്ടൻ. അതുപോലെ എല്ലാവരും കേട്ടോ. ധ്യാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ധ്യാന്റെ ഒക്കെ സ്റ്റഫ് നമ്മൾ കണ്ടതാണ് വർഷങ്ങൾക്ക് ശേഷം. അത് തന്നെ വേറെ രീതിയിൽ ആൾ അത്യാവശ്യം ചിരിപ്പിക്കുന്ന രീതിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നായിക പ്രാധാന്യമുള്ള പടമല്ല അത്. പിന്നെ പക്ഷെ മഞ്ജു പിള്ള വിനുവിന്റെ അമ്മയെ റോൾ ചെയ്തത് രക്ഷയിലായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെങ്ങള് അവർ ഡിജോ ജോസ് ആന്റണി ശരി ഒരു ഷൈജൂസ് എന്ന് പറഞ്ഞൊരു PSC കോച്ചിങ് സെന്ററിൽ ഒരു മാഷായിട്ടില്ല കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് നൈസാണ്. എല്ലാവരും, നന്ദുവിന്റെ ക്യാരക്ടർ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഗംഭീര പടമാണ്. നമ്മൾ മലയാള സിനിമ മാറി ഇപ്പൊ ഡിഫറെന്റ് ജോണറിലുള്ള പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതുവരെ കുറച്ച് നാളായി നമ്മൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ ഒരു
സിനിമ കണ്ടിട്ട് ഇപ്പൊ ജനഗണമന ഞാൻ തോന്നുന്നു ലാസ്റ്റ് കണ്ട ഇനി ഈ പടം തന്നെയാണ്. ഡിജി ജോസാനാണ് എടുത്തു വെച്ചിട്ടുള്ളതുണ്ടല്ലോ. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഈ പടം എടുത്തു വെച്ചിട്ടുള്ളത്. ജനഗണമന കണ്ട ആളുകൾക്ക് നമുക്കറിയാം, പറയേണ്ട കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പറഞ്ഞ് നല്ല രീതിയിൽ അത് ചെയ്യാൾക്ക് പറ്റിയിട്ടുണ്ട്, പ്രേക്ഷകരിൽ എത്തിക്കാൾക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റൈറ്റർ പ്രത്യേകം പറയണം. പിന്നെ പടം നമുക്ക് ശരിക്കും തരിക്കും. മലയാളി ആണെങ്കിൽ നമ്മൾ തരിക്കും, ഇന്ത്യക്കാരനായി നമ്മൾ തരിക്കും. അത് ഇന്ത്യക്കാരന്റെ ഒരു എന്താ പറയാ, ആ ഉള്ളിലൊരു സാധനം നമുക്ക് പുറത്തു വരും. പടത്തിൽ 1-2 സീനുകളുണ്ട്. ക്ലൈമാക്സിലൊരു സീനുണ്ട്, ഒരു സ്പീച്ചാണ്. ആ സ്പീച്ച് കേട്ടാണല്ലോ നമ്മളെ അഭിമാനം, ദൈവത്തിന്റെ സ്വന്തം നാടായ മലയാളി ഒരു ഇൻസ്പിറേഷനാണ് എന്നെ ഇവിടെ എത്തിച്ചെന്ന് പറയുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട്. അത് വേറെ ലെവലിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്നിക്കൽ ടീം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. BGM, ക്യാമറ എടുത്ത് പറയുന്നത് ഇതില് മറ്റേ കുറെ ഹിൽ ഏരിയയിലുള്ള ഷൂട്ടൊക്കെ ഉണ്ട്. ബസ് ഇങ്ങനെ തിരിയണ സീനൊക്കെ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാമറ അതിന് മുകളിൽ ഇരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വേറെ ലെവലാട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട്. ഈ നിവിൻ പോളിയുടെ ക്ലൈമാക്സിൽ ട്രാവൽ സീനും അവരെ കാണിക്കുമ്പോഴൊരു സീനും ഉണ്ട്. അത് ഗംഭീരാണ്. അത് ക്യാമറ എടുത്ത് വെച്ചുള്ളത്. എനിക്ക് തോന്നുന്നു പഞ്ചാബ് ആ ഏരിയ നോർത്ത് ഇന്ത്യയിലെ ബോർഡറാന്ന് തോന്നുന്നു. എനിക്ക് പാകിസ്ഥാനായിട്ടുള്ള അതിർത്തി അങ്ങനെ സ്ഥലങ്ങളാന്ന് തോന്നുന്നു. രക്ഷയില്ലാത്ത രീതിയിലാണ് ക്യാമറ മേക്ക് ചെയ്തത്. പിന്നെ BGM, പാട്ടുകളൊക്കെ സിറ്റുവേഷന് പറ്റി നല്ല പാട്ടുകളുണ്ട്. പൊളിറ്റിക്കലി ഉള്ള കോമഡി ആയിട്ടുള്ള പാട്ടുകളും എല്ലാ സിറ്റുവേഷനിലും നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അപ്പൊ മൊത്തത്തിലൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഒന്നും ആലോചിക്കാണ്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി, നല്ല രാഷ്ട്രീയം പറയുന്ന, നല്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉള്ള നല്ലൊരു മൂവി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.